ഇനിയും കഴിഞ്ഞില്ലേ എന്റെ സരോജം? ഇതിപ്പോ എത്ര നേരമായി? ദേ കഴിഞ്ഞു. സൂക്ഷിച്ച് വീഴാൻ നിൽക്കണ്ട. ഉണർന്നത് അറിഞ്ഞില്ല. കാപ്പി കൊണ്ടുവരാൻ പറയട്ടെ? സരോജം. ഏയ് അതൊന്നും വേണ്ട, പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ശിവ പൊയ്ക്കളല്ലേ, ഒരു കാര്യമുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം വരണം. എന്റെ കുട്ടികൾ താങ്കളെ ശുശ്രൂഷിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഓ വന്നോ? അലക്കാൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്നാ ഞാൻ ആ എന്താ ശാന്തറ, സുഖം തന്നെയല്ലേ? കഴിയുന്നു. രാവിലെ വിട്ടിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ മൂക്കറ്റം കുടിച്ച് നിങ്ങൾ ഇതെന്ത് ഭാവിച്ച ശാന്താറാം? ആ പെണ്ണിനെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് കുറച്ചൂടെ? കഷ്ടം തന്നെ. തുടങ്ങിയല്ലോ. അതെല്ലാം സരോജ നേരത്തെ തുടച്ചു വെച്ചു. നിങ്ങൾ അകത്തു പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കൂ ശാന്താറാം. ഈ കിണ്ണാങ്കൃതികൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ വേണ്ടില്ല. ശിവ വരൂ. ഇത് നിന്റെ മാലച്ചേച്ചിക്കുള്ളതാ. മുരയിലമ്മ അവൾക്ക് വേണ്ടിയിട്ട് ടൗണിൽ നിന്ന് വാങ്ങിയതാണെന്ന് പ്രത്യേകം പറയണം. അതെ, നിന്നെയല്ല, ഇവിടെ. കൃഷ്ണൻ പോയി വൈദ്യരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരൂ. ലളിതയ്ക്ക് ഇത്തിരി കൂടുതലാ. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വൈദ്യരുടെ ചികിത്സ അല്ലായിരുന്നു ഇത്രയും നാളും. ടൗണിൽ ഏതെങ്കിലും നല്ലൊരു ആശുപത്രി കൊണ്ടുപോയാ. വിഡ്ഢിത്തരം പറയാതിരി കൃഷ്ണ. ഇവിടെ ഇങ്ങനൊരു രോഗിയുള്ളത് പുറത്തറിഞ്ഞാ പിന്നെ എല്ലാവർക്കും കൂടി ഭജനയും പാടിയിരിക്കാം. നൂറായിസ ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. മനസ്സിൽ ഓർത്താ മതി, അപ്പ അവിടെ ഉണ്ടാവും. അതങ്ങനെയാ. ഞാൻ കൃഷ്ണനെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങായിരുന്നു. ലളിതയ്ക്ക് തീരെ വയ്യ. രാത്രി മുഴുവൻ ഒരേ നിലവിളിയായിരുന്നു. അതിനി നോക്കിയിട്ട് കാര്യമൊന്നും തോന്നില്ല. ഒരുപാട് പഴകിയതാ. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് എന്തിനാ? കതിരല്ലല്ലോ, മുളയിലെ തുടങ്ങിയതല്ലേ ചികിത്സ. ഈ രോഗത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. വരാണ്ട് നോക്കാം, അത്ര തന്നെ. അതിനാ സർക്കാർ തന്നെ ഓരോന്നൊക്കെ ഇറക്കിയിട്ടുള്ളത്. വിലയും കുറവല്ലേ? അത് ഉപയോഗിക്കാൻ പറയണം വരുന്നവരോടെ. നമുക്കങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ? പറയാന്നല്ലാണ്ട് അതിഥികളുടെ സന്തോഷമല്ലേ നമുക്ക് മുഖ്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് വേദന സംഹാരികൾ കൊടുക്കാം. ഇംഗ്ലീഷ് മരുന്ന്. അതുകൊണ്ടൊന്നും മാറാൻ പോണില്ല, എന്നാലൊരു ആശ്വാസമാവും.
മാലേച്ചി മാലേച്ചി ഇത് കണ്ട എവിടെ നോക്കട്ടെ എടാ ഇതാ തരൂല തരാനല്ലേ പറഞ്ഞ എടാ നിക്കൂല ആയ് നല്ല വാസന. ചേച്ചിക്ക് എന്തൊക്കെ സാധനങ്ങളാ കിട്ടുന്നേ? ചേച്ചി അടുത്തന്നെ പൊരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന എല്ലാരും പറയണേ. ചുമ്മാ സത്യം, പൊരയിലമ്മ പറഞ്ഞതാ. ഇനിയുള്ള കാലം മുഴുവൻ ചേച്ചി അവിടെയാ കഴിയാൻ പോണേന്ന്. എന്റെ ചിന്നു ചേച്ചിക്ക് കാലിന് സുഖം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കഴിയായിരുന്നു. മാലേച്ചിയുടെ ഭാഗ്യം. വന്നിപ്പോ അമ്പലത്തിൽ ഭക്തന്മാരായ കൂടുതൽ തെണ്ടികളാ. വരുന്നു പെണ്ണെന്ന് ശരിക്ക് കൊയ്ത മട്ടുണ്ടല്ലോ. ശിവുവിന്റെ കീശക്ക് നല്ല കനം. അവന് സുഖിച്ചില്ല. ലായക്കം തോട്ടി പണി കഴിഞ്ഞ് ചേരിയിലെത്തുമ്പോ കയ്യിലൊരു പൊടിക്കുഞ്ഞുണ്ടായിരുന്നു. വസൂര് വന്ന് തോട്ടി ചത്തപ്പോ ആ ചട്ടുകാലിക്ക് ഒരു ആങ്ങളെ തന്തക്ക് പറക്കാത്തോണ്ട് ഒരു പോക്ക്. നീ മാറാ. എങ്ങോട്ടാ കയറുന്നേ? അയ്യോ കോളാമ്പി. എന്നാ ശാന്താറാമിന്റെ കലാപരിപാടികൾ കഴിഞ്ഞില്ലേ ഇതുവരെ? ഒന്ന് നിർത്തൂ ശാന്താറാം. 24 മണിക്കൂറും അതിനു മുമ്പിലാ. ചില നേരത്തെ പെരുമാറ്റം കണ്ട കിറുക്കാണെന്ന് തോന്നും. ആ പെണ്ണിനെ ഓർത്തിട്ടാ. അവളെ ഓർക്കുമ്പം നമുക്കിതൊക്കെ ക്ഷമിക്കാതെ പറ്റുമോ ദൈവമേ? ആ വാ 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 വാ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? വാ 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 വാ. ഇത് എല്ലാവർക്കും കൊടുക്കണം. ആ എന്തൊക്കെയുണ്ട് ശാന്താറാം? മാലയ്ക്ക് സുഖം തന്നെയല്ലേ? വരണം. ഇത് മാലയ്ക്ക്. അവൾക്കിപ്പോ മധുരപലഹാരങ്ങൾ കഴിക്കേണ്ട പ്രായമാ.
അകത്തേക്ക് വരാം. യാമി ഒരുങ്ങി. എനിക്ക് ഈ വസുമതിയുടെ ഒരു നാണം കാണുമ്പോഴാ. ആ ഇനി താമസിച്ചാൽ യാമിക്ക് അതൊരു മുഷ്ടിലാവും. അങ്ങനെയല്ലേ ശാന്താറാം?